reputation. I would think, yeah, sure, for sure. I got your number, Mr. Joker. So Yeah. I'll call you, Kanye. Even my number is very easy to Easy. remember. 3333. oh, double two. Oh, that's really fancy. Okay. Yeah, I'll call you you. can I'll call call me you. at any time, man. 3333. 1300 watching you. Thank you. I guess you guys have to wrap. അതെ വരൂ വരൂ. ബൈ ബൈ. ഞാനൊരു കാര്യം പറയട്ടെ, ഓടേണ്ട ആവശ്യമൊന്നുമില്ല, പയ്യെ പോയാൽ മതി. എവിടെ ഓടിപ്പടഞ്ഞു പോയിട്ട്? ഞാനൊരു കാര്യം പറയട്ടെ, നീ കുറച്ച് ട്രെൻഡി ആയിട്ടുണ്ട് കേട്ടോ. റേഡിയോ കണക്ട് ചെയ്യണേ. നീ കുറച്ച് ട്രെൻഡി ആയിട്ടുണ്ട്. 221 അല്ലേ? 223. അല്ല, നീ കുറച്ച് ട്രെൻഡി ആയിട്ടുണ്ടെന്നോ. ഇത് എന്ത് റേഡിയോ ഒക്കെ കണക്ട് ചെയ്ത് എന്തോ കാണിക്കാൻ അതിനകത്ത് പല ട്രെൻഡി ആയിട്ടുണ്ടോ? എന്താ പറഞ്ഞേ? ട്രെൻഡി അല്ലടാ, ട്രെൻഡി. ട്രെൻഡി. Hey, what? Nothing. Get on the floor. Get on the floor. എടാ പാട്ട് ഏതായിരുന്നാ? 1 2 3 4 get on the dance floor. Shake കപ്പാക്കത്തു ആടിത്തോ shoulder body gimme. വണ്ണ വിഷമിച്ചിരിക്കുവാ അവൻ. വിടുന്ന അതെ. ഇത് കുറച്ച് ഹൈറ്റ് കൂടി പോയല്ലോ. നമുക്ക് ഇവിടുന്ന് ആദ്യം കാണാം കേട്ടോ. അതിന്റെ മോളിൽ കയറിയിട്ടിരിക്കടാ. എടാ വാസു, ഫ്രണ്ട് ഇരിക്കുന്നവന്റെ പേരൊന്ന് വായിച്ചേ. ഞാനും അങ്ങനെ വായിച്ചു, കൊട്ട വീട്ടിൽ നിന്ന്. പക്ഷെ കൊട്ടാര വീട്ടിൽ എടാ നീല ജേഴ്സി ഉണ്ടോ? നീല അല്ല റൈറ്റിലത്തെ നീല. നമ്മുടെ ഫ്രണ്ട് KVPയുടെ ഫ്രണ്ട് ഇരിക്കുന്ന ഭ്രാന്ത. Points start from 1 point. AJ2 3S2 വിളിച്ചിരിക്കുന്നു. XYT എത്ര വിളിച്ചേ? 3. XYT 3 വിളിച്ചിരിക്കുന്നു. CM4 വിളിച്ചിരിക്കുന്നു. CM4 ഡേവിസ് ആണ്, KV ആണ് ഹോൾഡ് ചെയ്യുന്നത്. CM4 മൈക്കിൾക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തില്ലേ? എന്തോ കേട്ടില്ല. ഡേവിസ് CM4 പോയിന്റ് അത് അടിച്ചിട്ട് ഡിസേബിൾ ആവണല്ലോ. DJ5 എന്തൊരു കോലവാടാ ഗാംഗ്. 5 പോയിന്റ്സ് വിളിച്ചിരിക്കുന്നു. DJ5 പോയിന്റ്സ് ഡേവിസ് KV ആണ് ഹോൾഡ് ചെയ്യുന്നത് കറന്റ്. ഒരു തരത്തിൽ അത് ഡിസേബിൾ ആവണല്ലോ കേട്ടോ. ആ ഡിസേബിൾ ആവട്ടെ, എന്ത് പ്രശ്നം വരുന്നെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. നീ ഒരു ഗാങ്ങിന്റെ ലീഡറാണ്. പിന്നെ അല്ലാതെ അതുകൊണ്ടല്ലേ ടർഫ് വിളിക്കുക പോലും ചെയ്യേണ്ട. അത് ഓൾറെഡി നമ്മുടെ ടർഫ് വിളിക്കാൻ ആരാന്ന് അറിയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നേ. ക്ലിപ്പ് അതും കിടിലൻ ഗാങ്ങിന്റെ ലീഡർ ആയോണ്ടല്ലേ. അല്ലെ ഞാൻ പോയിന്റ് തന്നെ നടക്കൂലായിരുന്നു ഈ സമയത്ത്. നമുക്ക് പോയിന്റ് തണ്ടി നടക്കുന്ന ഗാങ്ങിന് ആർക്കെങ്കിലും കുറച്ച് പോയിന്റ് എടുത്ത് കൊടുത്താൽ. അവരാണ് കൊടുക്കുന്നത്. കറന്റ് ഹോൾഡ് ചെയ്യുന്നത് TV ആണ്. എന്തുവാ ഇമോട്ട്? നമ്മുടെ കൈയടി അതെന്തോ ഇമോട്ട്? നമ്മുടെ സൂപ്പർ വാ വരുന്നോ വാ പോയിന്റ് വെച്ച് വാ ഓടി വാ തല്ലിത്തരാം ഓടി വാ. AJ5 TV ആണ് കറന്റ് ഹോൾഡ് ചെയ്യുന്നത്. AJ5 പോയിന്റ്. AJ5 പോയിന്റ്. ഹലോ വാ AJ5 പോയിന്റ്സ് ഫസ്റ്റ് കോൾ. SYT 6 പോയിന്റ്സ് കൊടുത്തിരിക്കുന്നു. SYT 6 പോയിന്റ്സ് ഫസ്റ്റ് കോൾ.
ഈസ്റ്റ് 5 OG 7 പോയി വിളിച്ചിരിക്കുന്നു. ഈസ്റ്റ് 5 OG 7 പോയിന്റ് കറലി ഹോൾഡ് ചെയ്യുന്നത് TV ആണ്. OG 7 പോയിന്റ്സ് ഫസ്റ്റ് കോൾ. ഈസ്റ്റ് 5 ആണ്, TV ആണ് കറലി ഹോൾഡ് ചെയ്യുന്നത്. OG 7 പോയിന്റ് സെക്കൻഡ് കോൾ. ആ ഹലോ ഹലോ ആരായത്? 7 പോയിന്റ് തേർഡ് കോൾ. TV വേഴ്സസ് OG. മൈക്ക് എടുത്തേ, റേഡിയോ എടുത്തിട്ടേ, ഹലോ റേഡിയോയുടെ സെറ്റിംഗ്സിന്റെ അകത്തുണ്ട് കേട്ടോ ഓഫ് ചെയ്യാനുള്ള. ആണല്ലേ? ഓ ഓക്കെ. റേഡിയോക്കകത്ത് സെറ്റിംഗ്സ്. പോയിന്റ് ഒന്ന് അന്നയാണോ ഹെലനാണോ? അറിയാവോ അയ്യേ ദേവക്കുട്ടിയാ. എടാ OGയുടെ മെമ്പർ ഒന്ന് മുമ്പോട്ട് വരണേ. എടാ വാസു, ആൻഡോറി. എടാ ഇമോട്ട് ഏതാടാ? ക്ലാപ്പ് ആംഗ്രി. അടുത്തത് ചേംബർ നമ്മൾ ആരുമായിട്ടാ? KV ആണ് ഹോൾഡ് ചെയ്യുന്നത് കറന്റ്. എടാ നമ്മൾ ആരുമായിട്ടാ? പോയിന്റ് സ്റ്റാർട്ട് ഫ്രം 1 പോയിന്റ്. നമ്മൾ ആരുമായിട്ടാടാ? നമ്മൾ ആരുമായിട്ടാ? നമ്മൾ ആരുമായിട്ടാ? ആരാ വിളിച്ചത് കേട്ടില്ല. ഓജി 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 ഓജി. ഓജി ഓജി ഓജി. ബാൻ കിട്ടും കേട്ടോ, ബാൻ കിട്ടും കേട്ടോ. വിളിക്കണേ പ്രിൻസസ് സുഖമാണോ പ്രിൻസസേ? 4 വിളിച്ചിരിക്കുന്നു. ഏതാ വിളിക്കണേ? പണ്ടുള്ള ഗാനകാരി 5 വിളിച്ചിരിക്കുന്നു. നീ ഒന്ന് വിളിച്ചു നോക്ക്. 5 പോയിന്റ് ചേംബർ ഹിൽസ്. ഹോൾഡ് ചെയ്യുന്നത്. അവര് തള്ളക്കി വിളിക്കും. നീ ഒന്ന് വിളിച്ചു നോക്കണല്ലോ പ്രിൻസസ് എന്ന് വിളി. ആര് പ്രിൻസസ്? അതുകൊണ്ട് അപ്പുറത്തിരിക്കുന്നു പ്രിൻസസ്. ഒരു സിഗരറ്റ് അത് സ്റ്റൈൽ ആയിക്കോട്ടെ. നീ ഇപ്പുറത്തിരിക്കുന്നു. നിങ്ങൾ വല്ല കീഴ്മണിക്ക് വിട്ടു വന്നതാണ് കാലിലെന്ത്? Hey princess, that's my new shoe. നിന്റെ അടുത്താ ചോദിച്ചേ. നല്ല ഷൂ. ഇതെന്റെ പുതിയ വുഡ്ലാൻഡ്സ്. ചേംബർ ഹിൽസ്. KV ആണ് പ്രിൻസസ് എവറസ്റ്റ് കീഴടക്കിയിട്ട് വരുമോ? തല ബീനിയൊക്കെ വെച്ച്. അതെ അതെ അല്ലേ? ഏറ്റില്ല. അതെ ലേറ്റ് ആയത്. ലേറ്റ് ആയിട്ടൊക്കെ ഇടയ്ക്ക്. വാസു സെക്കൻഡ് കോൾ. Yes. പറയുമ്പോൾ തിരിച്ചു പറയടാ. DX 6 പോയിന്റ് എന്താ ചേംബർ പറഞ്ഞേ? ഹിൽസ്. എവറസ്റ്റ് കീഴടക്കിയിട്ട് വരുമെന്ന് ചോദിച്ചപ്പോ അതാ ടൈം എടുത്തേന്ന്. KV വേഴ്സസ് DX. കിട്ടിയില്ലേ? ഇപ്പൊ കുറച്ചു മിണ്ടായി. മുമ്പോട്ട് വരണേ. പോയിന്റ് പോയിന്റിനൊക്കെ വിളിക്കാവോ? ടർഫ് വിളിക്കാൻ അറിയത്തില്ലേ? നെക്സ്റ്റ് റാഞ്ച് ആണ്. പോയിന്റിനൊക്കെ കറന്റ് ഹോൾഡ് ചെയ്യുന്നത് TV ആണ്. പോയിന്റ് എത്ര ഉണ്ട്? സ്റ്റാർട്ട് ഫ്രം 1 പോയിന്റ്. ആഹാ. 2 പോയിന്റ് റാഞ്ച്. വാടാ വാടാ തരാം തരാം വാ 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 വാ. 4 വിളിച്ചിരിക്കുന്നു. തരാം വാ 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 വാടാ എല്ലാരും വാ വാ. XYT 6 വിളിച്ചിരിക്കുന്നു. വയ്യടാ XYT 6 പോയിന്റ്സ് റാഞ്ചോ. ആ പ്രിൻസസ് വാ വാ ഓ പ്രിൻസസ് വാ വാ പ്രിൻസസ്. പ്രിൻസസ് കേറ്റി വിളി അങ്ങോട്ട്. അടിക്കണ്ടേ നമുക്ക്? റാഞ്ചോ കൺട്രോൾഡ് ബൈ TV. എത്തി വിളിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല. എന്തോ കേട്ടില്ല. എത്തി വിളിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല. അത് എവറസ്റ്റ് കീഴടക്കാൻ മുമ്പ് ആലോചിക്കണം. സിറ്റി കളിക്കണമായിരുന്നു. അല്ല ഞാൻ വേറൊരു കോമഡി പറയട്ടെ. ഓജി താരം എന്തോ ടർഫ് വിളിച്ചിട്ട് ആ വൈക്ക് 7 പോയിന്റ് റാഞ്ചോ. ഈ പ്രാവശ്യം വിളിക്കണ്ട. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജോസൂട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് കേറി കളിച്ചേ. പോയിന്റ് പോയടാ നിന്റെ വാടാ. 14 പോയിന്റ് പോയി. ലാസ്റ്റ് ടർഫാണ്. സൈഫർ ഫ്ലാഷ് ആണ്. വാസു ബ്രോ ആണ്. അല്ല ഫണ്ണല്ലേ? അല്ല അതല്ല അടുത്ത സാധനം ഒന്ന് കിട്ടും. പ്രിൻസസേ പ്രിൻസസേ സൈഫർ ഫ്ലാഷ്. വാസു ഞാനൊരു കാര്യം പറയട്ടെ. പറയൊക്കെ കുറച്ച് പോയിന്റ് പ്രിൻസസിന് കൊടുത്താൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇത്രയും നേരം വിളിച്ചതിന് എന്ത് മനസ്സിലായിന്നറിയോ? വാസു AGN 2 കാർഡ്, CM 5 കാർഡ്. ഇതിന്റെ പേരോട്ട് പോവില്ല. KTD കണക്ക് തെറ്റിയിരിക്കുന്നു. അവര് ഏഴിന്റെ വില പെട്ട് വിളിച്ചു. നമുക്ക് എത്ര അറിയാൻ പറയാം. TJ കൊടുക്കും. നമ്മുടെ OG 14 ഗെയിം കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാന്ന് പറഞ്ഞു അവർക്ക്. അപ്പൊ പിന്നെ നമ്മള് കയറി ഡേയ്സ് വിളിച്ചില്ല.
എത്ര കാർഡ് ഉണ്ട് നമ്മുടെ നമ്മളതിൽ ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം വിളിക്കാം. എത്ര എത്ര കാർഡ് വേണം? ഒരു കാർഡ് ഒരു കാർഡാ? വിളിച്ചോ വിളിച്ചോ വിളിച്ചോ. ഒരു കാർഡ് നമ്മൾ തരാം. ഒരു കട വേണ്ടേ? അല്ല പോയി പോയി കഴിഞ്ഞ് അത് കഴിഞ്ഞ്. പ്രിൻസസേ കാർഡ് വേണോ? പ്രിൻസസേ കാർഡ് വേണോ? കാർഡ് വേണോ? ഞാൻ വിളിക്കാന്ന് വിചാരിച്ചാണ് ഒന്നുകൂടെ. ഇനി അടുത്ത തവണ എവറസ്റ്റ് ഒന്നും കീഴടക്കാതെ ഒന്ന് സിറ്റി കുറച്ച് ബ്രോ ഒന്നും കൊണ്ടുവരാം. ഓ വരാം. എടാ ജോണി എന്ത് വേടോ മുത്തങ്ങി എവിടെ കൊണ്ടിരിക്കുന്നു? ഇങ്ങോട്ട് വായന. ഹലോ ആ അടിച്ച സാധനത്തിന്റെ ലേശം എന്തൊക്കെ ബാക്കി കിട്ടാം. ലേശം പരിപിടിച്ച് പാരസെറ്റമോൾ പവറാണേ അത്. ആണോ? അല്ല രണ്ടാക്കും ഒരേ പവർ കണ്ടോണ്ട് വെച്ചാ. എടാ നിങ്ങൾ ഏതാടാ ഈ KVP എന്താ ഫുൾ ഫോം? പോലും വയ്യ. കൊട്ടാരം വീട്ടിൽ പിള്ളേർ. കൊട്ടാരം വീട്ടിൽ പിള്ളേച്ചനോ? നേരത്തെ എണ്ണം വായിച്ചത് ഞാൻ കേട്ടായിരുന്നു. എടാ മോനെ അത് കണ്ടുപിടിക്കാത്തോടാണ് ഈ പ്രായമായില്ലേ? നീ ഒന്ന് വണ്ടി കൊണ്ടോ? പ്രായമായില്ലെന്ന് കാണിച്ചു തരാം. അല്ലല്ല ആരാ പറയുന്നേ? നമ്മുടെ കുടുംബത്തില് 60 വയസ്സായിട്ട് എടുക്കാൻ വെച്ച ആളാണ്. കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളാണ്. അതെ മൂത്ത ജ്യേഷ്ഠനാ. ആരാ? അതെ ഇയാള് ഈ ജാക്കറ്റ്. വാസു ആ വാ. പോയിട്ട് വരാവേ. ഓക്കെ ഹലോ ആ ഹലോ ആ കേക്കാം. ജോക്കിയോറല്ലേ? അതെ ഞാൻ ഫാബിലോ പരിചയപ്പെടാൻ വന്നത്. എന്തോ ഉണ്ട് മോനെ, സുഖമാണോ നിങ്ങൾക്കൊക്കെ? ഹലോ ആ ഹലോ. എന്നെ അറിയാലോ? അറിയത്തില്ല. ആരാ മോനെ? ഒന്ന് പേര് പറഞ്ഞ അറിയായിരിക്കും കേട്ടോ. ഓ ആ എടാ കൊച്ചു കഴിവറി, നീ ഇത്ര നാൾ എവിടെ ആയിരുന്നു? നീ സിറ്റിയിലുണ്ടായിരുന്നോ? കണ്ടേ സന്തോഷം. കാണാം എപ്പോഴേലൊക്കെ കാണാം. നിങ്ങളുടെ റാഞ്ച് ഇരിക്കണേ. ആ നമ്മുടെ റാഞ്ച് ഇരിക്കുന്നത്. നിങ്ങൾ നമ്മളോട്ടല്ലേ അടിക്കുന്നേ? 14K ആണോ നിങ്ങള്? ഓ നിങ്ങളെ വിളിച്ചേക്കുന്നല്ലേ? എത്ര പോയിന്റ്സ് ആയിരുന്നടാ? 7 പോയിന്റാണോ നിങ്ങൾക്ക് കിട്ടിയത്? ഞാൻ ഒരു കാര്യം പറയാം. ഈ ടർഫ് ഞങ്ങള് പണ്ട് നേരത്തെ വിളിച്ചോണ്ടിരുന്നത് 80, 70, 90 കാർഡിനൊക്കെയാണ്. എടാ അത് നമ്മള് ഡിഫെൻഡ് ചെയ്യുന്നോണ്ട് ആരും വിളിക്കണ്ടേ? ഇവന്മാർ 7 വിളിച്ചേ ഉള്ളൂ, വേറെ ആരും വിളിച്ചില്ല. മനസ്സിലായോ? 7, 90, 100 പോയിന്റിനൊക്കെ ആയിരുന്നു ഞങ്ങള് ടർഫ് വിളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഞങ്ങള് 2 ടർഫ് അടിച്ചെടുത്തപ്പോ 50 വയസ്സൊക്കെയാണ് ഓരോരുത്തന്മാരും ഒന്ന് ടർഫ് വിളിച്ചോണ്ട് പോണേ. പ്രിൻസസ് എന്തുവാ പ്രിൻസസ് ഇങ്ങനെ ചിരിക്കുന്നത്? എന്ത് പറ്റി? ആരെങ്കിലും ഞാനൊരു കോമഡിയാ ഫോണിൽ കണ്ടിട്ട് ചിരിച്ചതാ. അങ്ങനെയാണത്. ഞാനൊരു കാര്യം ജോഗിനോട് വന്നേ. ഞാനൊരു കാര്യം പണ്ടത്തെ പോലെ 1v1 ഒക്കെ പറഞ്ഞ് പിള്ളേരടുത്തോട് ചെന്ന ഇവന്മാരും ഒക്കെ മറ്റേ പെടലി വെട്ടി പോന്നവന്മാരായി. ഇവിടെ ഇടത്തുനിന്ന് മുങ്ങിയാ പിന്നെ 2 അപ്പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന്. അതിന് ആര് വണ്ടി കൊണ്ട് വിളിക്കുന്നത്? വണ്ടി കൊണ്ട് വിളിക്കുന്നു വരാന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ അടിച്ചിട്ട് നമ്മൾ സിറ്റുവേഷൻ എടുത്തിട്ട് വാറാക്കി പ്രിവാറാക്കി അടിച്ചെടുക്കൂല്ലേ പിള്ളേരെ? ഓക്കെയാണ് ജോഗി. പിന്നെ അല്ലാതെ പിന്നെ എനിക്ക് വണ്ടി കൊണ്ട് കളിക്കാൻ പോകുന്നത് പ്രാന്തുണ്ട്. പറഞ്ഞില്ലേ കണ്ണാപ്പിയെ പണ്ട് ശാശമായിട്ട് അടിച്ചിട്ടതാണ്. അയ്യോ അതൊക്കെ നാണക്കേടാ കേട്ടോ. ആ ഒറ്റ കാരണത്താലാണ് പറഞ്ഞു വിടണ്ടേ. എന്തുവാ ലോയാലിറ്റി പോയിന്റ് റീസെറ്റ് ആവും. അത് ചോദിക്കാൻ ഹിറ്റ്മാനെ വിട്ടിരുന്നത്. നമ്മുടെ ആകപ്പാടെ 32 എണ്ണം കൊണ്ടേ ഉള്ളൂ. അത്രേ ഉള്ളൂ? അത്രയില്ല. എത്ര 13? എത്ര? 1115 പോയിന്റ്. 1115. അപ്പൊ അത് റീസെറ്റ് ആവുന്നു. അത് പിന്നെ റീസെറ്റ് ആവും തോന്നുന്നു. അത് ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട്. എന്ത് ബേസിസ് റീസെറ്റ് ആവുന്നു ജോണി? അറിയില്ല, അത് ചോദിക്കട്ടെ നോക്കട്ടെ. എനിക്ക് നാണം ഉണ്ടോ ഈ കുട്ടി നിൽക്കാൻ നാണം ഉണ്ടോ? ഞാൻ കയ്യിൽ കൊടുക്കാന്ന് വിചാരിച്ചേ. എന്താ ഏറ്റവും ആവോ? ഇല്ല ആവത്തില്ല. എന്തുവാടാ മറ്റേ സൂര്യബോസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഈ അച്ഛന്മാരെ തപ്പി ഇറങ്ങിയാലും
വണ്ടി കയറ് എന്നാടാ തിരിട്ട് മൂഞ്ചി. ഒരു പോസ്റ്റൽ കോഡ് ഒന്ന് പറയോ പോസ്റ്റൽ കോഡോ എവിടെ ഉണ്ടെന്ന്? നമ്മൾ അങ്ങോട്ട് വരാടാ, നമ്മൾ ഇറങ്ങി. അങ്ങോട്ട് വരുവാ, ഗ്യാങ് ഹൗസിലോട്ട് വാ. അല്ലല്ല അവിടെ വരണ്ട, അവിടത്തെ പോസ്റ്റൽ കോഡ് എത്ര? എടാ എല്ലാവർക്കും താങ്ക് യു. എടാ എല്ലാരും follow ചെയ്തേക്കണേ. ഇവിടെ വേറെ വരുന്നില്ല നമ്മൾ വരുന്നില്ല, ജസ്റ്റ് ഒന്ന് അറിയാനാണ്. ഗയ്സ് ഇന്നർ വെയർ ഉണ്ടോ? ഇന്ന് 9-3 വാറുണ്ടോ? ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി, പക്ഷേ ഇറങ്ങി കുഴപ്പമില്ല വാസന ഇറങ്ങിക്കോ. സൂര്യ മാറിപ്പറടാ. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ആ സൂര്യബോസ് എന്ന ചെറുക്കനുണ്ടല്ലോ, അവനും അവന്റെ തള്ളയ്ക്കും ഈ കൂടെ നടക്കുന്ന ചന്ദ്രനും അവന്റെ കൂട്ടുകാരൻ നീകനും ഒക്കത്തിനും ഭ്രാന്ത. ജോക്കി അങ്ങനെ തള്ളത് പറയല്ലേ ജോക്കി, കേൾക്കുമ്പോ എനിക്ക് വിഷമമായി പെട്ടെന്നത്. മോമിന്നോ മോമി അങ്ങനെയൊക്കെ മോമി. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ആ ബ്ലൂന്റെ അമ്മച്ചി ഇല്ലയോ, അവരവസാനം ഇട്ടേക്കുന്നുണ്ടോ യു ക്യാൻ കോൾ മീ മോമിന്ന്. എന്നാ വേറൊരു കാര്യം പറയട്ടെ, നാളെ ഞാൻ പറയട്ടെ, എനിക്ക് പെണ്ണ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അത്രയും ഗതി ആരാടോ ഈ പെരട്ടത്തള്ളയെ കല്യാണം കഴിക്കാൻ പോന്നേ? നമ്മുടെ അവിടെ നിന്നില്ലേ കാട്ടിപ്പള്ളി പപ്പ ഇന്നലെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നിങ്ങളൊക്കെ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പോണ 19 വയസ്സുള്ള കൊച്ചിനെയാ. ഞാൻ കല്യാണം ഒന്നും കഴിക്കുന്നില്ലല്ലോടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത്, ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ അടുത്ത് പ്രായത്തെ പറ്റി പറയില്ലെന്ന്. എടാ നിനക്കൊരു 50 പുഷപ്പ് പഠിപ്പിച്ചടിക്കാൻ പറ്റൂടാ, എനിക്ക് പറ്റും. 100 പുഷപ്പ് പഠിക്കും ഞാൻ. എന്നാ ഇറങ്ങി പുഷപ്പ് പഠിച്ചേ. വണ്ടി ചേർത്തു. നീ ആദ്യം അടി, എന്നിട്ട് രണ്ടാമത് ഞാൻ അടിക്കാം. എനിക്ക് അടിക്കുന്ന എങ്ങനെ പറഞ്ഞുകൂടാ, എണ്ണം തെറ്റല്ലേ? അടി. 1 2 3 4 5 6 1 2 3 4 5 6. എടാ ഇതൊക്കെ ജോണി എന്തുവാടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? കഴിവ് തെളിയിക്കടോ ഹിറ്റ്. നിങ്ങൾ തമ്മിലല്ലേ, എനിക്ക് നമ്പർ, ആ നമ്പർ ഞാൻ ഒതുങ്ങി. ഇത് ഇടയ്ക്ക് നിക്കുന്ന എന്തുവാടോ? അണക്കാൻ അല്ലാതെ എന്തിനേ മോനെ, എനിക്ക് പറ്റത്തില്ല കേട്ടോ മോനെ. 20 കീഴടങ്ങിയല്ലേ എന്നാ ഒരു സ്റ്റാമിന ആടോ ഒരു ചെറുക്കിന്, കണ്ടോ? മോനെ വാസു, എന്തോ പറ്റിയോ? എടുക്കണോ? എടുത്തെടുത്ത് ഒന്ന് ഈ ഞെക്കണേ. ഇങ്ങനെയാടോ എടുക്കുന്നേ ടീ സ്ലാഷ്? ഇതുകൊണ്ടല്ലേ ജോക്കി ഞാൻ നമ്പർ കേറ്. വാസു ഞാൻ ആ കയാനി ഒന്ന് കണ്ടാലോടാ, നമുക്ക് പോയി. അത് കാണാം കേട്ടോ. ഇന്നലെ അവനെ വെള്ളം അടിച്ചിട്ട് കണ്ടായിരുന്നു. ഇല്ല. പോന്ന വഴിക്ക് ഞാൻ ഒരു കുപ്പി ജവാൻ മേടിച്ചിട്ട് അവനെ കൂടെ സംസാരിപ്പിക്കാം. വാസു ഇങ്ങനെയാടാ, താല്പര്യം ഉണ്ടോ? ഒരു പോകുന്ന വഴിക്ക് ഒരു കുപ്പി ജവാൻ എടുത്തിട്ട് നമ്മൾ കയാനിയെ കാണാൻ പോന്നു. കുറച്ച് ജവാനൊക്കെ തൊട്ട് അവന്റെ വായിന്ന്. ഞാൻ കാര്യം പറയട്ടെ, ആ ചെറുക്കൻ മലയാളിയായിരുന്നു. താനല്ലിയോടോ പറഞ്ഞേതോ? ഇത് ഇന്നലെ അവന്റെ ഉള്ളിൽ 2 തുള്ളി മദ്യം കൊടുത്തപ്പോ ബാറിലാണ് എനിക്ക് മനസ്സിലാക്കി തന്നത് അവൻ മലയാളിയാണ്. ഏത് മറ്റേ അൾജീരിയക്കാരനോ? ഞാൻ താനില്ല ഇത് മേടിച്ചിട്ട് അൾജീരിയ മറ്റേത് നൈജീരിയ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ആ ഇംഗ്ലീഷ് അത്രയും കിടന്ന് സംസാരിച്ചത്. മദ്യം ചെന്ന് ജവാനകത്ത് ചെന്നപ്പോഴല്ലേ അവന്റെ തനി കുളഞ്ഞാൻ കണ്ടത്. തിരുവനന്തപുരം ഭാഷ പറഞ്ഞല്ലേ അവ പടയപ്പാന്ന് പറഞ്ഞ തുടങ്ങിയില്ലേ? എടോ ജോണി എന്ന് പറഞ്ഞ തുടങ്ങിയവൻ. എടോ ഇത് എന്തുവാടോ പി അല്ലാന്നോ? എന്ത് പറ്റി? ഇടിച്ചു നിൽക്കുന്നടാ. അയ്യോ ആരാണ്ട് ഇടിച്ചു കളഞ്ഞു കേട്ടോ. ഹലോ വാസു ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിന്നെ കെട്ടിക്കാൻ തീരുമാനിച്ചു. എന്നെയാ? ആ ഞാൻ പശുവല്ലോ എന്റെ പെട്ടെന്ന് കൊണ്ട് കെട്ടിയിടാൻ ജോക്കി. ഇത് എന്തൊന്നും എനിക്ക് പറ്റൂല, ഞാൻ പറഞ്ഞില്ലേ ജോക്കി. എല്ലാത്തിനും ഒരു ലെവലുണ്ട്. അതായത് പെട്ടെന്ന് ഞാനിപ്പോ ജോക്കി എടുത്ത് പറയാം, പെട്ടെന്ന് നമ്മളെ അഡ്വാൻസ് ലെവലിലോട്ട് പിടിച്ചിട്ട് എങ്ങനെയാണ് അത് നടക്കൂല. എന്നാ പിന്നെ നിനക്ക് പ്രേമിക്കാൻ ഒരു മാസം, ഞാൻ ഗാങ്ങിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ ഒരു മാസം പ്രേമിച്ചോ. ജോക്കി ഇപ്പൊ കൂളായോണ്ട് പറയുവാണ്, എന്നാലും പറയുക 5 പേരെ ഒരേ സമയത്ത് പ്രണയിച്ചപ്പോ പോലും ഗ്യാങ് ടോപ്പായിരുന്നു. അല്ല ഞാൻ പറയുവാ, നീ കല്യാണം കഴിക്കാനായിട്ടുള്ള പ്രേമോ? അല്ല ഞാൻ പറയാ, അതിന് എനിക്ക് പ്രേമിക്കാനാണെങ്കിൽ ജോക്കി ഗ്യാങ്ങിന്റെ കാര്യത്തിൽ ഇത് പോകേണ്ട ആവശ്യമില്ല. ഞാൻ അതും നോക്കാം ഇതും നോക്കിക്കോളാം. ഞാൻ നോക്കി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞാണോ നീ നോക്കാൻ സമ്മതിക്കാത്ത? പുതിയ റിക്രൂട്ട് എടുത്താ?
എടാ നമ്മുടെ ഗ്യാങ് TDS കോബ്ര. ഇത് ആരാടാ ഗ്യാങ് റേഡിയോയില് TDS കോബ്ര? ഹലോ എന്റെ പൊന്ന് ജോക്കി അയ്യോ, അത് gang radio അല്ല. അത് ഗ്യാങ് റേഡിയോ ഒന്നും അല്ല. എന്തൊരു മുണക്ക് മനുഷ്യൻ. മറ്റേ റേഡിയോ മിസ്റ്റർ എക്സിന്റെ റേഡിയോ അല്ല കേറി ഇരുന്നിട്ട് നമ്മുടെ ഗ്യാങ് റേഡിയോയില് ഇരിക്കുന്നു. ഇറങ്ങ് വീടെത്തി. വഴിയില്. ഹലോ ലീഡറാണ് പോലും. ഓക്കേ, എന്നാ പോട്ടെ. ആ പോയിട്ടോ ജോണി, ഞാൻ വിളിക്കാം. ഇതിനെ ഒന്ന് ഞാൻ അടിക്കട്ടെ. വാ ദൈവം എടോ കൊല്ലല്ലേടോ ചെറുക്കനെ. ആ സൈമൺ ഉണ്ടോ? ഒരു മിനിറ്റ്. എടാ സൈമൺ ആരാ? സൈമൺ ഉണ്ടോ? ഹലോ ഞാനൊരു കാര്യം പറയട്ടെ. എവിടെ നിൽക്കുന്നേ? സൈമൺ ആരാന്നറിയാവോ? കണ്ണാപ്പിയുടെ നന്ദ. നമ്മുടെ ഗ്യാങ് ഹൗസിൽ എടുത്തോണ്ട് വരുമോ? എടീ സൈമൺ എന്ന് പറഞ്ഞ ആരാ? അതെ, പരിചയപ്പെട്ട് സംസാരിച്ചു നോക്കാം. സംസാരിച്ചു നല്ല പരിചയമുള്ള ഒരാളാണ് സൈമൺ. ആളിപ്പോ TDS അവിടെ ഫ്രണ്ടിലാ, ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.